നമ്മളെല്ലാവരും തന്നെ ചെറിയ ഒരു കാറ്റും കോളും വന്നാൽ ഭയന്ന് വിറയ്ക്കുന്നവരാണ്. ശിഷ്യന്മാരെ തന്നെ എടുക്കുക. മത്തായിയുടെ സുവിശേഷം 8:23. കടലിൽ കാറ്റും കോളും ഉണ്ടായപ്പോൾ ഈശോ അവരോട് കൂടെ ഉണ്ടായിരുന്നിട്ട് പോലും അവർ വിറങ്ങലിച്ചു പോയി. എന്നാൽ ഇതിന് വിപരീതമായി സങ്കീർത്തകൻ പറയുന്ന ഒരു വാക്യമുണ്ട്. അത് നമ്മൾ എപ്പോഴും ആവർത്തിക്കുന്നത് വളരെ നല്ലതായിരിക്കും. സങ്കീർത്തനം 46:1-3 വരെ ഇപ്രകാരമാണ് പറയുന്നത്. ഞാൻ നിങ്ങൾക്കായിട്ട് അത് വായിക്കാം. ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും. കഷ്ടതകളിൽ അവിടുന്ന് സുനിശ്ചിതമായ തുണയാണ്. കഷ്ടതകൾ വരുമ്പോൾ തുണയാണെന്നല്ല, മറിച്ച് സുനിശ്ചിതമാണ്. അത് തീർച്ചയായിട്ടും ദൈവം തുണയായിട്ട് ഉണ്ടായിരിക്കും. പിന്നീട് വചനം ഇപ്രകാരമാണ് പറയുന്നത്. ഭൂമി ഇളകിയാലും പർവ്വതങ്ങൾ സമുദ്രമധ്യത്തിൽ അടർന്ന് പതിച്ചാലും ഞാൻ ഭയപ്പെടുകയില്ല. ഭൂമി കുലുക്കം വരുമ്പോഴെല്ലാം ഭൂമി പിളർന്നു പോയാലും ഞാൻ ഭയപ്പെടുകയില്ലെന്ന് സങ്കീർത്തകൻ പറയുകയാണ്. ജലം പതഞ്ഞ് ഉയർന്ന് ഇരമ്പിയാലും അതിൻ്റെ പ്രകമ്പനം കൊണ്ട് പർവ്വതങ്ങൾ വിറകൊണ്ടാലും നാം ഭയപ്പെടുകയില്ല. പർവ്വതങ്ങൾ വിറച്ചെന്ന് വരാം, പക്ഷേ ഞാൻ വിറയ്ക്കില്ല, കാരണം ദൈവം എന്നോട് കൂടെയുണ്ട് എന്ന് സങ്കീർത്തകൻ പറയുന്നു. ഈ ഒരു വിശ്വാസം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകട്ടെ. യേശുവേ നന്ദി.